ഹായ് ഹലോ നമസ്തേ. പിന്നെ നമുക്ക് കല്യാണങ്ങൾക്കും എൻഗേജ്മെൻറ്റിനും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ചെറിയ ലെയർ എടുത്തു, അതിനുശേഷം അത് ചെറുതായിട്ട് പിന്നിയെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ബ്രൈഡ്സിനോ അല്ലെങ്കിൽ വേറെ ആർക്കുമാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഫ്രണ്ട് സെറ്റ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒരേപോലെ പിന്നി ബാക്കിലേക്ക് ക്ലിപ്പ് കുത്തി വെക്കാം. പിന്നിയതിന് ശേഷം നമുക്ക് കുറച്ച് ലൂസാക്കി കൊടുത്താൽ ഭംഗിയായിട്ടിരുന്നോളും. ഈ ഫ്രണ്ടിലത്തെ മുടിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ബാക്കിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നുമുള്ള മുടി കുറേച്ചെടുക്കുക. കുറേച്ച് ലെയറായിട്ട് എടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ആ മുടി ഇതേ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ബാക്കിൽ നിന്ന് ഓരോ ലെയറും എടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ മുടി ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും മുടി ഇതേപോലെ നല്ല തിക്നെസ്സോ നല്ല നീളമോ ഉണ്ടായിരിക്കണമെന്നില്ല. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പല തരത്തിലുള്ള മുടികൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ ഒരു മുടി നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നുന്നതിന് മുമ്പായിട്ട് ആ മുടി അവരുടെ മുടിയുമായിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതേപോലെ മുടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല തിക്നെസ്സും കാണും, നീളവും കാണും. ഇപ്പോൾ ഞാൻ മുടിയെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പൂ വെക്കുന്ന ജോലിയാണ്. കല്യാണമൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൂവായിരിക്കുമല്ലോ വെക്കുക. ഇതിപ്പോൾ ഞാനൊരു ആർട്ടിഫിഷ്യൽ പൂവാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്കിനിയും കാണാം കേട്ടോ.